നമസ്കാരം. ഒരു അക്കാഡമിക് ഇയറൂടെ നമ്മളെ വിട്ടു പോവുകയാണ്. ഈ അക്കാഡമിക് ഇയറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെ നന്നായി പഠിക്കണം, എങ്ങനെ നന്നായി പഠിക്കാം എന്നുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടത് നിങ്ങൾക്ക് ഏവർക്കും ഒരു ബ്ലെസ്സിങ് ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ ഒരു അക്കാഡമിക് ഇയറിൻ്റെ എൻഡിങ്ങിലേക്ക് എത്തുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ എല്ലാ കുട്ടികളും എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയും എക്സാംസിന് വേണ്ടി പലർക്കും ടെൻഷനും ആയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് എക്സാംസിന് വേണ്ടി നന്നായി പഠിക്കാം, എങ്ങനെയൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം എന്ന് കുറച്ച് ടിപ്സ് മാത്രം ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു അക്കാഡമിക് ഇയർ വളരെ നന്നായി പഠിച്ചു, പല സബ്ജക്ട്സ് നമ്മൾ പഠിച്ചു. നിങ്ങൾ ഏത് ക്ലാസ്സുകളിലാണെങ്കിലും, ബോർഡ് എക്സാംസ് എഴുതുന്നവരാണെങ്കിലും അഥവാ ഇനി കോളേജുകളിലാണെങ്കിലും വേറെ ഏത് ക്ലാസ്സുകളിലാണെങ്കിലും വളരെ നന്നായി നിങ്ങൾക്കൊരു അക്കാഡമിക് ഇയർ ഉണ്ടായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനി ഈ എക്സാം ടൈമിൽ ഈ ഒരു വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം നമ്മൾക്കുള്ള ഈ സമയത്ത് എന്താണ് എക്സാംസിന് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്നത്? ആദ്യമായി തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, നിങ്ങളുടെ സ്റ്റഡി ലീവ് തുടങ്ങിയ ഒരു ടൈം ആയിരിക്കും. ഈ ടൈമിൽ നിങ്ങൾ കുട്ടികളാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ സ്റ്റഡി സ്പേസ് വളരെ നന്നായി ഓർഗനൈസ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്ന നല്ലൊരു സ്റ്റഡി സ്പേസ് ആദ്യം ആക്കണം. സ്റ്റഡി സ്പേസ് ആക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ പലരും കുറേ പേര് കടന്നു വരുന്നവർ, അല്ലെങ്കിൽ ടി വി ഇരിക്കുന്ന സ്ഥലത്ത് അങ്ങനെയൊന്നും അല്ലാതെ ഒരു വളരെ സമാധാനമായിട്ട് നമുക്കിരുന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾ സ്റ്റഡി സ്പേസ് ഓർഗനൈസ് ചെയ്യുക. അങ്ങനെ ഓർഗനൈസ് ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും മറ്റ് ഡിസ്ട്രാക്ഷൻസ് ഒന്നുമില്ലാതെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെ നന്നായി പഠിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. അതുകൊണ്ട് ആദ്യമായി തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ പഠിക്കുന്നതിന് മുന്നേ നിങ്ങളുടെ സ്റ്റഡി സ്പേസ് നന്നായി അറേഞ്ച് ചെയ്ത് വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു സ്റ്റഡി സ്പേസ് നിങ്ങൾ ഒരുക്കി വെക്കുക. ഇനിയും അങ്ങനെ ഒരു സാഹചര്യം നിങ്ങൾക്കില്ലെങ്കിൽ ഒരിക്കലും മറ്റ് ഡിസ്ട്രാക്ഷൻസ് ഉള്ള ഒരു സ്ഥലത്ത് ഇരുന്ന് പഠിക്കാതെ വളരെ സമാധാനപരമായി നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു സാഹചര്യം നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യുക. അടുത്തതായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ടിപ്പാണ് ആക്റ്റീവ് ലേണിംഗ് ചെയ്യുക. നമ്മൾ പലപ്പോഴും കുട്ടികൾ ചെയ്യുന്നൊരു കാര്യമാണ് പാസീവ് ലേണിംഗ് എന്നുദ്ദേശിക്കുന്നത്. നമ്മൾ ഒരു കാര്യം തന്നെ വായിച്ചങ്ങ് വിട്ടുപോകും, അതിനെ മനസ്സിലാക്കി പഠിക്കുകയോ അല്ലെങ്കിൽ അത് എന്താണ് എന്ന് അതിനെ റിവൈസ് ചെയ്യുകയോ അതിനെ ഒന്ന് റിവ്യൂ ചെയ്യുകയോ നമ്മൾ ചെയ്യാറില്ല. പക്ഷെ ശരിക്കും നമ്മൾ പഠിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ, നമ്മൾ പഠിക്കുന്ന മെറ്റീരിയൽസ് എന്താണോ, ഏത് സബ്ജക്റ്റ് ആയാലും ആ സബ്ജക്റ്റ് നമ്മൾ പഠിക്കുമ്പോൾ പഠിച്ചതിന് ശേഷം അത് നമ്മൾക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രമിക്കണം. ഈ എക്സാംസ് തുടങ്ങുന്ന ഈ സാഹചര്യത്തിൽ എക്സാംസ് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളുടെ ഈ സ്റ്റഡി ടൈമിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളൊരു സബ്ജക്റ്റ് പഠിച്ചിട്ട് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിൽ ഒരു പോർഷൻ പഠിച്ചതിന് ശേഷം ആ ബുക്ക് അടച്ചു വെച്ചതിന് ശേഷം അത് ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രമിക്കണം. അങ്ങനെ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ അതിന് വേണ്ടി പല കാര്യങ്ങളും നമുക്ക് ചെയ്യാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾക്കൊരു പേപ്പർ എടുത്തിട്ട് അതിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഒരു മാപ്പ് പോലെ നിങ്ങൾക്ക് ആക്കി വെക്കാം. അതായത് ഒരു മെയിൻ പോർഷൻ നിങ്ങൾ അതിൻ്റെ ഹെഡിങ് എഴുതി അതിൻ്റെ സബ് പോയിന്റ്സ് ആയിട്ട് വരുന്നത് നിങ്ങൾ അതിനെ വരച്ച് ഒരു മാപ്പ് പോലെ, ഒരു ഫ്ലോ ചാർട്ട് പോലെ ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ പോയിന്റ്സ് അതിൽ പഠിച്ചിട്ടുണ്ട് എന്ന് ഓർത്തിരിക്കാൻ ആ മൈൻഡ് മാപ്പ് നിങ്ങളെ സഹായിക്കും. ഇനി ആ മൈൻഡ് മാപ്പ് നിങ്ങൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ പോയിന്റ്സ് ഒക്കെ എഴുതിയത് ഒന്നുകൂടെ നിങ്ങളുടെ നോട്ട്ബുക്കിൽ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ അതിനെ ഒന്ന് നോക്കുക. ആ ടെക്സ്റ്റ് ബുക്സിലുള്ള പോയിന്റ്സ് തന്നെ നിങ്ങളുടെ മൈൻഡ് മാപ്പിൽ നിങ്ങൾ ആക്കിയിട്ടുണ്ടോ എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ മറ്റുള്ള വേറെ ആരെങ്കിലും ഒന്നെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെയോ അല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് ഫ്രണ്ട്സോ അങ്ങനെ ആരും ഇല്ലെങ്കിൽ, നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ അല്ലെങ്കിൽ പഠിപ്പിക്കാൻ മറ്റാരും ഇല്ലെങ്കിൽ, സ്വന്തമായിട്ട് തന്നെ നിങ്ങൾ ഉറക്കെ മറ്റൊരാളെ പഠിപ്പിക്കുന്നത് പോലെ നിങ്ങൾ പഠിച്ച ഭാഗങ്ങളൊന്ന് പറഞ്ഞു നോക്കുക. ടെക്സ്റ്റ് ബുക്ക് നോക്കാതെ അല്ലെങ്കിൽ നോട്ട്ബുക്ക് നോക്കാതെ വേണം ഇത് ചെയ്യാൻ. അങ്ങനെ ചെയ്യുമ്പോഴും നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യാണ്. എന്തൊക്കെയാണ് ആ പോയിന്റ്സ്, എന്തൊക്കെ പോർഷൻസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏതൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളത് നിങ്ങൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എക്സാംസിന് വളരെ പെട്ടെന്ന് തന്നെ ആ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്, അതായത് ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ, നിങ്ങൾക്ക് ചിലപ്പോൾ 3 മണിക്കൂറായിരിക്കും അല്ലെങ്കിൽ 2.5 മണിക്കൂറായിരിക്കും, ആ ടൈമിനുള്ളിൽ തന്നെ അത് എഴുതാൻ വേണ്ടി, ആ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എഴുതാൻ വേണ്ടി നിങ്ങൾക്ക് സഹായിക്കും. അതുകൊണ്ട് തന്നെ ആക്റ്റീവായിട്ടുള്ള ലേണിംഗ് നിങ്ങൾ ചെയ്യുക, മൈൻഡ് മാപ്സ് ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ മറ്റൊരാളെ പഠിപ്പിക്കുന്നത് പോലെ നിങ്ങൾ പഠിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ വളരെ നന്നായിട്ട് നിങ്ങളുടെ എക്സാംസിന് നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ കഴിയും. ഇനി അടുത്തതായിട്ട്
പ്രത്യേകിച്ച് ബോർഡ് എക്സാംസ് ഒക്കെ എഴുതുന്ന കുഞ്ഞുങ്ങൾ പലപ്പോഴും അവർക്ക് ടെൻഷൻ ആയിരിക്കും. ഞാൻ ആ ടൈമിനുള്ളിൽ എനിക്കിത് എഴുതി കഴിയാൻ കഴിയുമോ, എക്സാംസിന് എങ്ങനെ ആയിരിക്കും എന്നുള്ളതൊക്കെ ഭയങ്കര ടെൻഷനിലൂടെ കടന്നു പോകുന്നൊരു ടൈമാണ് ബോർഡ് എക്സാംസിൽ. പ്രത്യേകിച്ച് ബോർഡ് എക്സാംസ് എഴുതുന്ന കുഞ്ഞുങ്ങൾ നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അത് നിങ്ങൾക്ക് ലഭിക്കുന്നെങ്കിൽ ഓൺലൈനിൽ അവൈലബിൾ ആയിരിക്കും. ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ വളരെ നിർബന്ധമായിട്ട് ചെയ്യുക. അതായത് നമ്മൾ പലപ്പോഴും ടൈമിന് എഴുതി തീർക്കുകയോ അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ എങ്ങനെ ആയിരിക്കും എന്ന് നമുക്ക് പലപ്പോഴും അറിയത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ ആ ഒരു എക്സാം കണ്ടീഷൻ ഒരു തവണയെങ്കിലും നിങ്ങളുടെ വീടുകളിൽ അതൊന്ന് പ്രാക്ടീസ് ചെയ്യുക. എന്ന് വെച്ചാൽ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ഏത് സബ്ജക്റ്റ് ആണോ ആ സബ്ജക്റ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ഒരു 3 hours നിങ്ങൾ ടൈമർ സെറ്റ് ചെയ്ത് അതിന്റെ ആൻസേഴ്സ് എങ്ങനെയൊക്കെയാണ് നിങ്ങൾ പഠിച്ചത് അത് എഴുതി നിങ്ങളത് എക്സാംസ് 3 hours അത് എങ്ങനെ എഴുതാൻ കഴിയുമെന്നുള്ളത് നിങ്ങൾക്ക് നോക്കാം. ഇതിൽ 2 ഉപയോഗമാണ് അതിൽ കൂടെ ചെയ്യാൻ പറ്റുന്നത്. ഒന്ന്, നിങ്ങളുടെ ടൈം മാനേജ്മെന്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾക്ക് നോക്കാൻ പറ്റും. രണ്ടാമത്തേത്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഒരു സബ്ജക്റ്റിൽ വരുന്നത്, അതിന് പ്രീവിയസ് ഇയേഴ്സിൽ എങ്ങനെയൊക്കെയാണ് അത് വന്നിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ വളരെ വ്യക്തമായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പേപ്പേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കും. നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും, 3 hours എങ്ങനെ നമ്മൾ ഇന്നിപ്പോൾ എഴുതും എന്നുള്ളത്. പക്ഷേ ഈ 3 hours നിങ്ങൾ അതങ്ങനെ ചെയ്യുവാണെങ്കിൽ വളരെ നന്നായിട്ട് നിങ്ങൾക്ക് എക്സാംസിന് ആ 3 hours ടൈം മാനേജ് ചെയ്ത് തന്നെ നിങ്ങൾക്കത് എഴുതാൻ സാധിക്കും. അതുകൊണ്ട് ഒരു തവണയെങ്കിലും ഒരു സബ്ജക്റ്റിൻ്റെ ഒരു പേപ്പർ ഒരു തവണയെങ്കിലും നിങ്ങൾ ഈ 3 hours എഴുതി നോക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അത് നിങ്ങൾ വളരെയധികം നിങ്ങളെ അത് ഹെൽപ്പ് ചെയ്യും. ഇതിലൊരു കാര്യം കൂടെ നിങ്ങളെ സഹായിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പഠിക്കുന്നതിന് മുന്നേ തന്നെ അല്ലെങ്കിൽ നമ്മൾ റിവൈസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ക്വസ്റ്റ്യൻസ് ആദ്യം നോക്കുമ്പോൾ, ക്വസ്റ്റ്യൻ ഫസ്റ്റ് സ്ട്രാറ്റജി, അതായത് ക്വസ്റ്റ്യൻസ് ആദ്യം നോക്കുമ്പോൾ ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് ആ ക്വസ്റ്റ്യൻ അനുസരിച്ച് തന്നെ നിങ്ങളുടെ ആൻസേഴ്സിനെ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന ഭാഗങ്ങളെ പഠിച്ചെടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് സഹായിക്കും. അതുകൊണ്ട് ക്വസ്റ്റ്യൻസ് ആദ്യം നോക്കി ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ വരും അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഫോർമാറ്റ് എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കാം. അടുത്തതായി എക്സാം ടൈമിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കുറേ കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിലേക്കാക്കി കുറേ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നത്. പലപ്പോഴും ഈ കുറേ കാര്യങ്ങൾ പുതിയതായൊക്കെ നമ്മൾ ഈ എക്സാമിൻ്റെ തലേദിവസം പഠിക്കുമ്പോൾ പലപ്പോഴും അത് നമ്മുടെ ബ്രെയിനിലേക്ക് അത് കയറത്തില്ല. കാരണം അത്രയും ടെൻഷനിൽ അത്രയും സ്ട്രെസ്ഡ് ആയിട്ടായിരിക്കും നമ്മളത് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എക്സാമിൻ്റെ തലേദിവസം ജസ്റ്റ് റിവിഷന് വേണ്ടി മാത്രം നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുക. പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ അതിന് മുന്നേ തന്നെ നോക്കി വെക്കുക. എക്സാമിന് മുന്നേ തന്നെ റിവിഷന് വേണ്ടിയുള്ള ടൈം ആക്കിയിട്ട് ഷോർട്ട് ബ്രേക്സ് എടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ പഠിക്കുന്ന ടൈമിൽ ഒറ്റ സ്ട്രെച്ചിൽ എല്ലാം കൂടെ പഠിക്കാതെ ഒരു 30 minutes ഒരു 50 അല്ലെങ്കിൽ 45-50 minutes പഠിച്ചതിന് ശേഷം ഒരു 10 minutes എങ്കിലും മിനിമം ഒരു ബ്രേക്ക് എടുക്കാൻ ശ്രമിക്കുക. അത് ഒന്നെങ്കിൽ നടക്കാൻ വേണ്ടി ഒരു കുറച്ച് ടൈം ഒന്ന് റിഫ്രഷ് ആകാൻ വേണ്ടി പുറത്തൊക്കെ ഒന്ന് പോയി നടക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ജസ്റ്റ് ഒരു 10 minutes ഫാമിലിയുടെ ഒന്ന് സ്പെൻഡ് ചെയ്യുക. അങ്ങനെ റിഫ്രഷ് ചെയ്യാൻ എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അതൊരു 10 minutes ഈ പഠിക്കുന്നതിനിടയ്ക്ക് ആ ടൈം എടുക്കുക. അത് വളരെയധികം നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനെ അത് സഹായിക്കും. സ്ട്രെസ്ഡ് ആകാതിരിക്കാൻ വേണ്ടി നിങ്ങളെ അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ആ 10 minutes കൂടെ പഠിച്ച് സ്ട്രെസ്ഫുൾ ആകാതെ ആ 10 minutes കുറച്ച് ബ്രേക്ക് എടുത്ത് വളരെ പീസ്ഫുൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നൊരു കാര്യമാണ് നല്ല ഫുഡ് കഴിക്കാനും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാനും. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. നല്ല ഭക്ഷണം കഴിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്യുക എന്നുള്ളത്. ഒരിക്കലും സ്ട്രെസ്സിൻ്റെ ഇടയ്ക്ക് ഇതൊന്നും മറന്നു പോകാതെ നല്ല ഭക്ഷണം കഴിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ നല്ല റെസ്റ്റ് എടുക്കുക. എക്സാമിന് തലേ ദിവസം ഒട്ടും ടെൻസ്ഡ് ആകാതെ തന്നെ പഠിച്ച കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട് എന്നുള്ള പൂർണ്ണ ആത്മവിശ്വാസത്തോടെ തന്നെ നിങ്ങൾ പോയി എക്സാം എഴുതുക. അതിന് തലേ ദിവസം വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ലീപ്പും നിങ്ങൾക്ക് ലഭിക്കണം. അതുകൊണ്ട് അങ്ങനത്തെ വിഷയങ്ങൾ, ഭക്ഷണം കഴിക്കുന്നത്, വെള്ളം കുടിക്കുന്നത്, സ്ലീപ്പ്, ഇതിനെ ഒന്നും ഇഗ്നോർ ചെയ്യരുത്. കാരണം ഇത് നമ്മുടെ മാനസിക ആരോഗ്യത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കാര്യങ്ങൾ. അതുകൊണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കാം. ഇനി എക്സാം ടൈമിൽ നമ്മൾ
ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളിലൂടെ ഞാൻ പറയാൻ പോവുകയാണ്. നമുക്ക് ആദ്യമായിട്ട് നമ്മൾ അറിയേണ്ടത്, ഡു വി നോ വാട്ട് വി ആർ ഗോയിങ് ടു ഡു? എന്താ നമ്മൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്താ നമ്മൾ പഠിക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, ഏതൊക്കെ പോർഷൻസ് ആണ് പഠിക്കേണ്ടത്, ഈ കാര്യങ്ങളെ പറ്റി ഒരു ഐഡിയ നമുക്കുണ്ടോ എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഒരു സ്ട്രാറ്റജി അതിന് മുന്നേ തന്നെ ക്ലിയർ ആയിട്ട് വെക്കുക. ഇങ്ങനെയൊക്കെ പഠിക്കാം, ഇങ്ങനെയൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ ഇതൊക്കെയാണ് പോർഷൻസ് പഠിക്കേണ്ടത്. നിങ്ങളുടെ സിലബസ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് എങ്ങനെയാണ് എന്നുള്ളത് ആദ്യം തന്നെ നോക്കി വെക്കുക. ഇതിന് ശേഷം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളത്. നിങ്ങൾ പലപ്പോഴും നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് പലപ്പോഴും ആത്മവിശ്വാസം ഇല്ല നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ പലപ്പോഴും നമ്മളോട് തന്നെ പറയുന്ന കഥകൾ എന്താണെന്ന് വെച്ചാൽ, ഞാനിത് പഠിച്ചിട്ടില്ല, എനിക്കിത് ചെയ്യാൻ കഴിയത്തില്ല എന്നുള്ള കാര്യങ്ങളാണ് നമ്മളോട് പറയുന്നത്. പക്ഷെ അതിനെ ഒന്ന് പോസിറ്റീവ് ആക്കിയിട്ട്, ഞാൻ പഠിച്ചിട്ടുണ്ട്, എനിക്കിത് ചെയ്യാൻ കഴിയും, ഈ എക്സാംസിൽ എനിക്ക് നല്ല മാർക്ക് കിട്ടും, ഞാൻ എക്സാംസിന് വേണ്ടി പ്രിപ്പയർഡ് ആണ് എന്നീ കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുകയും അത് നിങ്ങളോട് തന്നെ പറയുകയും ചെയ്യണം. എന്ത് സ്റ്റോറിയാണോ നമ്മളോട് പറയുന്നത് അതാണ് നമ്മുടെ ബ്രെയിൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, കുറച്ച് ടൈം എടുത്ത് തന്നെ അത് നിങ്ങൾ ആത്മവിശ്വാസത്തോടെ ഞാൻ അത് പഠിച്ചിട്ടുണ്ട്, ഞാൻ പ്രിപ്പയർഡ് ആണ്, എനിക്ക് നല്ല മാർക്ക് കിട്ടും, അല്ലെങ്കിൽ എക്സാംസ് നന്നായിട്ട് എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റും എന്നീ കാര്യങ്ങൾ നിങ്ങളോട് തന്നെ ഉറക്കെ പറഞ്ഞാലും നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്യുക. നിങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള എല്ലാ തോട്ട്സും എന്താണോ അതിനെ മാറ്റി വെച്ചിട്ട് പോസിറ്റീവ് അഫർമേഷൻസ് നിങ്ങളോട് തന്നെ പറയുമ്പോൾ അത് നിങ്ങളുടെ കോൺഫിഡൻസിനെ വളരെയധികം ബൂസ്റ്റ് ചെയ്യും. അപ്പം നിങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള അഫർമേഷൻസ്, എനിക്ക് കഴിയത്തില്ല, അല്ലെങ്കിൽ എക്സാംസിന് ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ല, എക്സാംസിന് എനിക്ക് ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കും, ടെൻസ്ഡ് ആയിരിക്കും എന്നൊക്കെ പറയുന്നതിനുപരിയായിട്ട് നിങ്ങൾക്കിത് ചെയ്യാൻ കഴിയും, നിങ്ങൾക്കിത് ആത്മവിശ്വാസത്തോടെ അത് ചെയ്യാൻ കഴിയും, ഇത് പറ്റും, എനിക്ക് ടെൻഷൻ ഇല്ലാതെ അത് ചെയ്യും എന്നുള്ള രീതിയിൽ നിങ്ങളോട് തന്നെ അഫേം ചെയ്യുക. അത് നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇനി നിങ്ങളോട് തന്നെ പറയുന്ന സ്റ്റോറിയാണ് നിങ്ങളുടെ സ്റ്റേറ്റ് എന്താണ് അതിനെ തീരുമാനിക്കുന്നത്, അതിനെ ഡിസൈഡ് ചെയ്യുന്നത്. നിങ്ങൾ നല്ല കാര്യങ്ങളാണ്, നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നതെങ്കിൽ അത് വളരെയധികം നിങ്ങൾക്കൊരു എനർജി നൽകും. ഒരു ഹൈ എനർജിയിൽ നിങ്ങൾക്ക് പഠിക്കുവാനും എക്സാംസ് എഴുതാനും നിങ്ങൾക്ക് സാധിക്കും. പക്ഷെ നിങ്ങൾ പ്രിപ്പയർഡ് അല്ല, എനിക്കിത് കഴിയില്ല എന്നൊക്കെ ഉള്ള രീതിയിലാണ് നിങ്ങളുടെ സ്റ്റോറി നിങ്ങളോട് പറയുന്നതെങ്കിൽ നിങ്ങളുടെ സ്റ്റേറ്റും അതുപോലെ തന്നെ ഒരു ലോ സ്റ്റേറ്റിലായിരിക്കും, ഒരു ലോ മൂഡിലായിരിക്കും, ഒരു ലോ എനർജിയിലായിരിക്കും. അതുകൊണ്ട് ഹൈ എനർജിയാണോ നമ്മൾക്ക് വേണ്ടത്, ലോ എനർജി ആണോ നിങ്ങൾക്ക് വേണ്ടത് എന്ന് നമ്മൾ തന്നെയാണ് അത് ഡിസൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ സ്റ്റോറി എന്താണോ നിങ്ങളോട് പറയുന്നത് അതിനെ ഒന്ന് പോസ് ചെയ്ത് ചിന്തിക്കുക, അത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നുള്ളത്. അതനുസരിച്ച് നിങ്ങളോട് തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ് കൊടുക്കുക. നിങ്ങൾക്കത് കഴിയും. അതുകൊണ്ട് തന്നെ നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയും എക്സാംസിനെ നേരിടാനും നിങ്ങൾക്ക് സാധിക്കണം. നിങ്ങളുടെ സ്ട്രാറ്റജി നന്നായി നിങ്ങൾ നോക്കുക, ആക്റ്റീവായിട്ട് പഠിക്കുക, ആക്റ്റീവായിട്ടുള്ള റീകോൾസ് നിങ്ങൾ ചെയ്യുക. എക്സാംസിന് വേണ്ടി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ചെയ്ത് നോക്കുക, ക്വസ്റ്റ്യൻസ് നോക്കി വെക്കുക, ഏതൊക്കെ തരത്തിൽ ക്വസ്റ്റ്യൻസ് വരുന്നത്, നിങ്ങളുടെ എക്സാംസിനും സബ്ജക്ട്സിനും എങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം ഒന്ന് ഫെമിലിയറൈസ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ സ്പേസിനെ നിങ്ങൾ ഓർഗനൈസ് ചെയ്ത് നന്നായി ഭക്ഷണം കഴിച്ച് ഹൈഡ്രേറ്റഡ് ആയി ഫിസിക്കലി ആക്റ്റീവായിട്ട് മാനസിക ആരോഗ്യത്തിനൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ എക്സാംസിനെ നിങ്ങൾ നേരിടാൻ നിങ്ങൾ തയ്യാറാക്കുക. പലപ്പോഴും നമ്മൾ എക്സാംസിന് ഇതെനിക്ക് കഴിയുകയില്ല, ഇത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും എന്ന് പറഞ്ഞ് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും മാറ്റിവെക്കും. പക്ഷേ എക്സാംസിന് ഒരു ഷോർട്ട് കട്ട്സും നമുക്കില്ല. നിങ്ങൾ ഇങ്ങനെയെല്ലാം പ്രിപ്പയർഡ് ആയിട്ട് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ഹാർഡായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ, ഹാർഡ് തിങ്സ് എന്തൊക്കെയാണോ അത് നിങ്ങൾക്ക് നേരിടാൻ വേണ്ടി സാധിക്കും. അതിലെല്ലാം ഉപരിയായി നിങ്ങൾ എക്സാം ഫേസ് ചെയ്യുന്ന ഈ ടൈമിൽ നിങ്ങളുടെ ടീച്ചേഴ്സിൻ്റെയും പേരൻസിൻ്റെയും ബ്ലെസ്സിങ്സും പ്രേയേഴ്സും നിങ്ങളുടെ കൂടെയുണ്ട്. അത് നിങ്ങളെ ബൂസ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. ഇനി ഇതിലെല്ലാം ഉപരിയായി നിങ്ങൾ പഠിക്കുന്നതിന് മുന്നേ ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള ബുദ്ധിയും അതിനുവേണ്ടിയുള്ള എല്ലാ കഴിവും ടെൻഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ വളരെ അധികം നന്നായിട്ട് നിങ്ങളുടെ എക്സാംസിനെ നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ കഴിയും. ബൈബിളിൽ ഇപ്രകാരം ഒരു വാക്യമുണ്ട്, യാക്കോബ് 1:5-6, ജെയിംസ് 1:5-6. If any one of you lacks wisdom, he should ask God, who gives generously to all without finding fault, and it will be given to him. But when he asks, he must believe and not doubt. നിങ്ങൾക്ക് ഒരാൾക്ക് ജ്ഞാനം കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾ ഒട്ടും സംശയിക്കാതെ തന്നെ ദൈവത്തോട് ചോദിക്കുക. ദൈവത്തോട് ചോദിക്കുമ്പോൾ he will give it to you generously. നന്നായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള കഴിവും എക്സാമിനെ ഫേസ് ചെയ്യാനുള്ള കഴിവും ദൈവം നിങ്ങൾക്ക് നൽകും. അതുകൊണ്ട് ഈ ഒരു എക്സാം സീസണിൽ ഒട്ടും ടെൻഷൻ ഇല്ലാതെ സ്ട്രെസ്ഫുൾ ഒന്നും അല്ലാതെ നല്ല രീതിയിൽ സന്തോഷമായിട്ട് ബ്ലെസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാൻ സാധിക്കട്ടെ. നിങ്ങൾ എക്സാംസിനെ ഫേസ് ചെയ്യുന്നതിന് മുന്നേ നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. ആൻഡ് ഗോഡ് ഇസ് വിത്ത് യു ത്രൂ എവറിത്തിങ്.
അപ്പം താങ്ക് യു ഫോർ ദിസ് വണ്ടർഫുൾ ടൈം ദറ്റ് യു ഹവ് ഗിവൻ അസ് ടു കം ഇൻ യുവർ പ്രസൻസ്. അപ്പോൾ ഞങ്ങളുടെ എക്സാം എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങളെ അങ്ങനെ സന്നദ്ധയിലേക്ക് സമർപ്പിക്കുന്നു. ഈ ഒരു എക്സാം സീസണിൽ കർത്താവേ, അപ്പോൾ അവർ ടെൻഷൻസോ സ്ട്രെസ്സോ ഒന്നും ഇല്ലാതെ അവരുടെ വിസ്റ്റം അപ്പം അങ്ങിൽ നിന്ന് ചോദിച്ച് അപ്പം നന്നായി പഠിക്കുവാനും അപ്പം നല്ല രീതിയിൽ ആ കാര്യങ്ങൾ ചെയ്യുവാനും അപ്പം അങ്ങ് സഹായിക്കുമാറാകണേ. കർത്താവെ, നല്ല രീതിയിൽ പഠിക്കുവാനുള്ള കൃപ അങ്ങ് പകരുമാറാകണേ. എക്സാം സീസൺസ് വളരെ നന്നായിട്ട് തന്നെ ഈ ഒരു 1 month അവർക്ക് പോകുവാനും എല്ലാ എക്സാംസും സ്ട്രെസ് ഇല്ലാതെ തന്നെ എഴുതുവാനും വളരെ സ്വസ്ഥമായിട്ട് സമാധാനപരമായിട്ട് എക്സാംസ് ഫേസ് ചെയ്യുവാനും അവരെ സഹായിക്കുമാറാകണേ. യേശോപ്പ, അങ്ങയുടെ സാന്നിധ്യം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ. എല്ലാ കുഞ്ഞുങ്ങളും എല്ലാ ക്ലാസ്സുകളെ എല്ലാ കുഞ്ഞുങ്ങളെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സ്നേഹത്താൽ എല്ലാവരെയും മറയ്ക്കുമാറാകണേ. പ്രാർത്ഥന യേശോപ്പ കേട്ടിരിക്കുക. സ്തോത്രം, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഈ ഒരു എക്സാം സീസണിൽ എല്ലാവരും ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ടിരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം.